എൻ്റെ പേര് സജിത. ഞങ്ങൾ മഞ്ചേരിയിലാണ് താമസം. ജോലിയുമായി ബന്ധപ്പെട്ട് മേനോമ്പാറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് കുറേ വർഷമായിട്ട് പരിചയമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു വീട് വയ്ക്കാൻ സഹായത്തിനായി എന്നോടൊരു സഹായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു 10 പവൻ്റെ സ്വർണവും എൻ്റെ പേരിലൊരു പേഴ്സണൽ ലോണും ആ പുള്ളിക്ക് ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി അത് തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബാങ്കിൽ നിന്നാണെങ്കിൽ എൻ്റെ പേരിൽ ലോൺ ആയതുകൊണ്ട് എൻ്റെ സാലറിയിൽ നിന്ന് എമൗണ്ട് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു പോലീസിൽ പരാതിപ്പെടാം, അല്ലാതെ ഇത് വേറൊരു വഴിയില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊന്നും നിനക്കിനി കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ഞാൻ ഇങ്ങനെ പുലർച്ചെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചു. എൻ്റെ പേരിൽ ലോണ് പുള്ളി അടച്ചു തീർത്തു. പിന്നെ എനിക്ക് തരാനുള്ള സ്വർണം പുള്ളി എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നു. അതിനായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ദൈവത്തോട് അപേക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അച്ഛനോട് ഒരു പ്രാർത്ഥന സഹായം ചോദിച്ചു, അങ്ങനെ എനിക്കത് തിരിച്ചു കിട്ടി. ഒറ്റ സുഹൃത്താണ്, പക്ഷേ സ്വർണം കൊടുക്കുമ്പോൾ അതിനൊരു തെളിവില്ലായിരുന്നു. മാത്രമല്ല സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്തു കൊടുത്തു, ലോൺ അടച്ചില്ല. അല്ലെലിയ ഞാൻ സഹോദരിയോട് പറഞ്ഞു അവിടെ പോയി ഒന്ന് ചോദിക്കാമല്ലേ. ആ സഹോദരി അത് വേണ്ട വെച്ചാൽ എനിക്കത് കിട്ടും, ഞാൻ ഇവിടെ ഒന്ന് ധ്യാനം കൂടുകയാണ്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു ക്രൈസ്തവനായ ഒരു കുടുംബത്തിലെ അംഗമാണ്, പക്ഷെ അവന് മാനസാന്തരം വന്നു. അതുകൊണ്ട് ലോൺ തിരിച്ചടച്ചെന്ന് മാത്രമല്ല 10 പവൻ തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുകയും ചെയ്തു. വലിയൊരു അത്ഭുതമാണ് ദൈവമകളുടെ ജീവിതത്തിൽ സംഭവിച്ചത്.